അങ്കമാലി മെത്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്ദനായ യൂഹാനുന്മാർ പോളിക്കാർപ്പോസ് തിരുമേനി, വന്ദരായ വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സ്നേഹിതരെ, വളരെയധികം സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും പ്രിയപ്പെട്ട വിൻസിലിയുടെയും റീത്തുവിൻ്റെയും വിവാഹത്തിൽ പങ്കുചേരുന്നത്. 200-ലധികം വർഷം പഴക്കമുള്ള പന്തളത്തെ അതിപുരാതനമായ പന്തളം ആർത്തിൽ സെൻറ് ജോർജ് മഹാ ഇടവകയുടെ അൾത്താരയുടെ മുന്നിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ദൈവം തമ്പുരാൻ അനസ്യൂതം ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജനിച്ചു വളർന്നു, വലിയ വിദ്യാഭ്യാസം നേടി. ഈ രണ്ട് മക്കളും ഇപ്പോൾ ലണ്ടനിൽ ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് വിൻസിലിയും റീത്തുവും നമ്മുടെ ലണ്ടൻ ഓർത്തഡോക്സ് ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ജീവിതം നിങ്ങൾക്ക് ദൈവം തമ്പുരാൻ നൽകുകയാണ്. പ്രാർത്ഥനയോടുകൂടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ദാമ്പത്യ ജീവിതത്തിലേക്ക്. ജീവിതത്തിൽ അനേക പ്രതിസന്ധികളുണ്ടാകും, വൈവിധ്യങ്ങളുണ്ടാകും, സങ്കീർണതകളുണ്ടാകും, ജീർണതകളെ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെയൊക്കെ അതിജീവനം നമുക്ക് ലഭിക്കുന്നത് ആരാധനയും പ്രാർത്ഥനയും നോമ്പ് അനുഷ്ഠാനങ്ങളും സഭാജീവിതവുമാണെന്ന് നിങ്ങൾ രണ്ടുപേരും മറന്നു പോകരുത്. നിങ്ങളുടെ ആധ്യാത്മിക നിറവിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തുടർന്നും വളരെ ഉത്കൃഷ്ടതയോടെ പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി ഓർത്തിരിക്കേണ്ടത് നാം ഇവിടെ വായിച്ചു കേട്ട ഒരു പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിൽ നിന്നും സകല കപട സ്നേഹത്തെയും ഉരിഞ്ഞു കളയട്ടെ. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്നേഹരാഹിത്യമാണ്. സ്നേഹമുണ്ടെന്ന് നമ്മൾ പ്രകടിപ്പിക്കുമെങ്കിലും നമ്മുടെ സ്നേഹം കപടമായി തീരുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം അനുഗ്രഹകരമാകണമെങ്കിൽ ഈ പ്രാർത്ഥനയിൽ പറയുന്നു, നിങ്ങളിൽ കപടതയില്ലാത്ത നിഷ്കപടമായ സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ. എത്ര മനോഹരമാണെന്നറിയാമോ? നിങ്ങൾ രണ്ട് ഹൃദയങ്ങളാണ്, രണ്ട് ജീവിതമാണ്, രണ്ട് സ്വഭാവമാണ്. ഇന്നു മുതൽ ഒരു ജീവിതം, ഒരു സ്വഭാവം, ഒരു സ്വപ്നം, അതാണ് നമ്മൾ രൂപീകരിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പുതിയ ജീവിത പ്രവേശനത്തിൽ ദൈവമേ, സ്നേഹം കൊണ്ട് ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. വിവാഹത്തെക്കുറിച്ച് എത്രയോ നിർവചനങ്ങൾ നമുക്കറിയാം. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് വിവാഹം ഒരു ധാരണയല്ല, ഒരു തീരുമാനമല്ല, ഇത് ദൈവികമായ ഒരു കൂദാശയാണ്, ഇതൊരു രഹസ്യമാണ്. രണ്ടുപേരും ഇവിടെ ഒന്നായി ചേരുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ അത് വായിച്ചു കേൾക്കാൻ രണ്ടാം ഭാഗത്ത് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാൻ പോകുന്നത്. ഇനി മുതൽ നിങ്ങൾ ഒന്നാകുന്നു, ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നെങ്കിലും നിങ്ങളെ ദൈവം യോജിപ്പിച്ചിരിക്കുന്നു. വിവാഹ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരും അവരവരോട് ചോദിക്കേണ്ട ചോദ്യം കൂടിയാണിത്: ദൈവമാണോ ഞങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ദൈവം നിങ്ങളെ യോജിപ്പിക്കാൻ പോകുകയാണ്. വന്യപിതാവിൻ്റെ കരങ്ങളിൽ കൂടി നിങ്ങൾക്ക് ആശീർവാദം ലഭിക്കുമ്പോൾ, വിവാഹ ജീവിതത്തിൻ്റെ നന്മകൾ ലഭിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, ദൈവം നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നു എന്ന്. മൂന്നാമതായി, നിങ്ങളുടെ ജീവിതത്തിൽ അഭിമന്യ തിരുമേനി മണവാളനും മണവാട്ടിക്കും കിരീടങ്ങൾ വാഴ്ത്തിത്തരും. കിരീടങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാതെ നമ്മൾ ചിന്തിക്കും അധികാരത്തിൻ്റെതാണെന്ന്. എന്നാൽ നിങ്ങൾക്ക് തരുന്ന കിരീടം നമ്മുടെ കർത്താവ് വഹിച്ച കിരീടമാണ്. കാൽവരിയിലേക്ക് നമ്മുടെ കർത്താവ് വഹിച്ച കുരിശിൻ്റെ അടയാളവും
കിരീടവുമാണ് മണവാളനും മണവാട്ടിക്കും പ്രത്യേകമായി വാഴ്ത്തി നൽകുന്നത്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ വിജയം വേണോ, കാൽവറിയുടെ അനുഭവം ഉണ്ടാവണം. ജീവിതത്തിൽ ആഹ്ലാദം വേണോ, കുരിശൻ്റെ ആധ്യാത്മികത ജീവിതത്തിൻ്റെ ഭാഗമാവണം. കുരിശൻ്റെ കിരീടത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദാമ്പത്യത്തിൽ ഈ സ്നേഹം, ഈ വാത്സല്യം, ഈ ക്ഷമ, ഈ അനുരഞ്ജനം എല്ലാം ഇപ്പോഴും നിലനിർത്തുവാനായിട്ട് കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നന്മ നൽകട്ടെ. നിങ്ങൾക്ക് ഉത്തമരായ സന്താനങ്ങളെ കർത്താവ് ദാനം ചെയ്യട്ടെ. നിങ്ങൾ മാതാപിതാക്കളായി, നിങ്ങൾ മുത്തശ്ശനും മുത്തശ്ശിയുമായി, വല്യപ്പച്ചനും വല്യമ്മച്ചയുമായി ഈ ഭൂമുഖത്ത് നിറയുന്നത് കാണുവാൻ ഞങ്ങൾക്കും ദൈവം അവസരം നൽകട്ടെ. ഈ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ അഭിവന്ദനായ യൂഹാനന്മാർ പോളിക്കോർപ്പസ് തിരുമേനിയുടെ പേരിൽ ഹൃദയപൂർവമായ വിവാഹ മംഗളം ഞാൻ നേരുകയാണ്. നിങ്ങൾ നീതിപൂർവം ജീവിക്കണം, വിശുദ്ധിയോടെ ജീവിക്കണം, സാമൂഹിക പ്രതിബദ്ധതയോടെ ജീവിക്കണം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിങ്ങൾ ഉത്കൃഷ്ടരായി മുന്നേറുവാനായിട്ടിടയാവണം. ദൈവം വലിയ നന്മകൾ ചെയ്യുമ്പോൾ കൃത്യമായി ദശാംശം മാറ്റിവെച്ച് ആതുര സേവന പ്രവർത്തനങ്ങൾക്കും സഭയുടെ നന്മ പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ പങ്കുചേരുവാനായിട്ട് ഇടയാകണം. പ്രിയപ്പെട്ട വിൻസിലിക്കും പ്രിയപ്പെട്ട റീത്തുവിനും എല്ലാവിധമായ മംഗളങ്ങളും നേരുന്നു. ലണ്ടനിൽ നിങ്ങൾ കുടുംബമായി ജീവിക്കുമ്പോൾ സഭയുടെ ആ വലിയ വിശ്വാസ പൈതൃകത്തിൽ കുടുംബമായി മുന്നേറുവാൻ ദൈവം തമ്പുരാൻ കൃപ ചൊരിയട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ വാഴ്ത്തട്ടെ.